റൂഹ് തൊണ്ടൻകുയിലെത്തിക്കഴിഞ്ഞാൽ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, വഖീല അവിടെ ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ, ആരുണ്ട് മന്ത്രിക്കാൻ, ആരുണ്ട് മന്ത്രിക്കാൻ. വാപ്പ സക്കറാത്തിന്റെ ഹാലിങ്ങനെ ആകുമ്പോ വാപ്പ മക്കളോട് പറയും, മക്കളെ ഒന്ന് മന്ത്രിക്ക്. ഏത് വ്യതിയാന ചിന്താഗതിക്കാരനാണെങ്കിലും ആ സമയത്ത് വല്ല മോചനവുമുണ്ടോ എന്ന് നോക്കുകയാണ്. മൻ റാഖ്, മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ. മക്കളെ, പള്ളിയിൽ മൊല്ലാക്കയുണ്ടാവും, ഉസ്താദ് ഉണ്ടാവും, നിങ്ങളൊന്ന് വിളിച്ച് മന്ത്രിപ്പിക്ക്. നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് യാസീൻ ഓതിയിട്ടൊന്ന് മന്ത്രിക്ക്. നിങ്ങൾക്കറിയാവുന്ന അധ്യായങ്ങൾ ഓതിയിട്ട് വാപ്പയുടെ ദേഹത്തിലൊന്ന് ഊത്. വല്ലാത്ത വിഷമമാണ് വാപ്പ അനുഭവിക്കുന്നത്. വാപ്പ സക്കറാത്തിന്റെ ഹാലിലാ. വാപ്പ പറയും, എവിടെയാണ് മന്ത്രിക്കുന്നവരെന്ന് ചോദിക്കും. വാപ്പ ഉറപ്പിച്ചു കഴിഞ്ഞു, താൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ മുമ്പിൽ വെച്ച് വാപ്പ ഉറപ്പിച്ചു. വാപ്പ ഉറപ്പിച്ചു അന്നഹുൽ ഫിറാഖ്, ഇതാ ഇത് വിരഹമാണ്, ഇതെന്റെ വേർപാടാണ്, എന്റെ മക്കളെ വിട്ട് പോകുകയാണ്. മക്കളെ വിളിച്ചു പറയുന്നു, മക്കളെ, വാപ്പ ഇതുവരെ നിങ്ങളെ കൂടെ ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആക്കി തന്നിട്ടുണ്ട്, ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ വാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മക്കൾ എന്റെ ശേഷം നല്ല പോലെ ജീവിക്കണം. മക്കളെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുന്നു, ഭാര്യയെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുന്നു, മോളെ ഞാൻ പോവുകയാണ്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഭൂമിയല്ലേ, പോകാൻ തയ്യാറായി, സമയമായി, എനിക്ക് പിരിയാൻ സമയമായി, ഞാൻ നിന്നെ പിരിയുകയാണ്. മക്കളെ വിളിച്ച്, ഭാര്യയെ വിളിച്ച്, കൂട്ടുകാരെ വിളിച്ച്, പ്രവർത്തകരെ വിളിച്ച്, ബന്ധപ്പെട്ടവരെ വിളിച്ച് എല്ലാവരോടും യാത്ര ചോദിച്ചു. കാരണം അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു, അയാൾ പിരിയുകയാണ്. അന്നഹുൽ ഫിറാഖ്, ഇതെന്റെ വേർപാടാണെന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു. വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, അതാ കാൽത്തണ്ടുകൾ കാൽത്തണ്ടുകളോട് കൂടിച്ചേർന്നു പോയി. വേദനയുടെ കടുപ്പം കൊണ്ട് കാലുകൾ പരസ്പരം കോച്ചുന്നുണ്ട്. വേദന കൊണ്ട് രണ്ട് കാലുകൾ പരസ്പരം അതാ കൂട്ടിച്ചേർത്ത്, രണ്ട് കാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടിയിട്ട് അതിൽ അവൻ വേദന സഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വേദന ശമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്രയും വലിയ വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, ദാ നിന്റെ രക്ഷിതാവിലേക്ക് ആണ് കേട്ടോ തിരിച്ചു പോക്ക്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്, അല്ലാഹുവിലേക്ക് തൊളിക്കപ്പെടുകയാണ്. എല്ലാവരെയും, നേരെ നടന്നവരുണ്ട്, അതുപോലെ തന്നെ ചീത്തയായി നടന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരെയും കൂട്ടി റബ്ബിലേക്ക് തൊളിക്കപ്പെടുകയാണ്. ഇവിടെയാ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തം ഉറ്റവരുടെയും ഉടയവരുടെയും ആത്മാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്തവരാ കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കണ്ട. നിങ്ങൾ ദൈവമില്ലെന്ന് മുദ്രാവാക്യം വിളിക്കണ്ട, ദൈവമില്ലെന്ന് പേനയും കണ്ട, അതിനു സംവാദം നടത്താൻ പോവണ്ട. നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിച്ചോ, ഇതാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മരണം കഴിഞ്ഞിട്ട് എന്തുണ്ടാകുമെന്ന് പറയാനിരിക്കുന്നു. അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. മരണമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത അപ്രതിരോധ്യമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. ആ മരണം വരുമെന്ന് ചിന്തിച്ചാൽ, എപ്പോഴും ആ മരണം വരും 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 എന്നിങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ സ്വമേധയാ നന്നായി പോകും, വെറുതെ നന്നായി പോകും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ. പക്ഷേ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ല എന്നതാണ് കാര്യം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മരിക്കണം, അതിന്റെ അനന്തരം ജീവിതമുണ്ട്, ഇതൊക്കെ ചിന്തിച്ച് വല്ലാതെ വല്ലാതെ വിഷമിച്ചവരായിരുന്നു. നമുക്കങ്ങനെ മരിക്കണം, മരണാനന്തരം ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സമയമേ ഇല്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ഒരല്പം പോലും സമയം നമ്മൾ നീക്കിവെക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിഹിൽ ലദാത്ത്, നിങ്ങൾ
എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, ആ മരണത്തെ നിങ്ങൾ ഓർക്കൽ പെരുപ്പിക്കണം. എപ്പോഴും നിങ്ങൾ മരണസ്മരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ, മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വെറുതെ നന്നാകും. അതാണ് ഇപ്പൊ നമുക്കുള്ള കുഴപ്പം, മരിക്കണം എന്നുള്ള ബോധം. ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ സിറാത്ത് പാലം കടക്കണം, മരിക്കണം, നാളെ അങ്ങോട്ട് പോകണം. ആ ബോധം ഒന്നും ഉണ്ടായാൽ പിന്നെ മനുഷ്യൻ കേടുവരൂലല്ലോ. സത്യം അതാണ്. ഏതോ ഒരാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മരിക്കണം എന്ന ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ അത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും സംഭവിക്കൂലല്ലോ. സംഗതി മനുഷ്യൻ ഇത് മറന്നുപോവാൻ. എനിക്ക് മരിക്കണം, സിറാത്ത് പാലം കടക്കണം, അവിടെ എന്നെ രക്ഷിക്കാൻ എനിക്ക് അമലുകൾ വേണം. ഈ കാര്യത്തിലൊക്കെ മനുഷ്യൻ പിന്നിലാണ്. ഈ കാര്യത്തിൽ മനുഷ്യൻ വളരെ പിന്നിലാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, മരണത്തെപ്പോലെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടില്ല. മരണത്തെപ്പോലെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടില്ല. മരണത്തെപ്പോലെ സംശയമുള്ള ഒരു യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഉറപ്പായ ഒരു സംശയവും മരണത്തെപ്പോലെ മറ്റേതും ഞാൻ കണ്ടിട്ടില്ല. മരണം അത് ഉറപ്പാണ്, എന്നാ സംശയമാണ്. സംശയമുള്ള ഉറപ്പാണ് മരണമെന്ന് പറയുന്നത്. അതേ രൂപത്തിൽ തന്നെ സംശയമുള്ള ഉറപ്പാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സംഗതി തീരെ സംശയമില്ലാത്ത ഉറപ്പുമാണ്. ഇത് രണ്ടും കൂടെ പറയുമ്പോൾ പെട്ടെന്നൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നിയേക്കാം. കൺഫ്യൂഷനൊന്നുമില്ല. കാരണം എന്തുകൊണ്ടും മരിക്കോ എന്നുള്ള കാര്യം ഉറപ്പാണ്, സംശയമല്ല. മരിക്കോ, ഓക്കെ, അത് ഉറപ്പാ മരിക്കും, അതിലാർക്കും സംശയമല്ല. എന്നാൽ എവിടെ വെച്ച് മരിക്കും അത് തീർത്തും സംശയമാണ്. മരിക്കോ എന്ന് വെച്ചാൽ കണ്ടീഷൻ, പക്ഷെ എവിടെ വെച്ചാ എപ്പോഴാ ആ കാര്യം സംശയമാണ്. അതാർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത, ഒരു ഉറപ്പ് കിട്ടാത്ത സംഗതിയാണ്. എപ്പോഴും ആകാം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഞാൻ മരിച്ചേക്കാം. മരിക്കുമെന്ന് വെച്ചാൽ അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ മരിക്കും. എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, അതൊക്കെ സംശയമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മളാണ് നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത്, നമ്മളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അല്ലാഹുവാ പറയുന്നു. അപ്പൊ അവൻ കണക്കാക്കിയതുപോലെ തന്നെ അത് വരും. അള്ളാഹുവിനെ മറികടക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അള്ളാഹുവേ, എവിടെ വെച്ചായാലും മരിക്കണമെന്ന് ഉറപ്പിക്കുന്നവരാണ് ഞങ്ങൾ. മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, അത് ഉറപ്പിക്കുന്നവരാണ്. റബ്ബേ, ഈമാനോടുകൂടെ വഫാത്താക്കണം റഹ്മാനേ, ഈമാനോടുകൂടെ മൗത്താക്കണം റഹ്മാനേ. ഈമാൻ രക്ഷപ്പെടാതെ, ഈമാൻ സലാമത്താകാതെ മരിക്കുന്ന ഹതഭാഗ്യരിൽ പെടുത്തല്ല റഹ്മാനെ. ഹതഭാഗ്യരിൽ ഒരിക്കലും നീ പെടുത്തല്ല റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മരണത്തെക്കുറിച്ച് വിശാലായി പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞാൽ ശേഷമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ സൂറത്തുൽ വാഖിയനെ ഒന്ന് നോക്കി കാണുകയും വേണം നമുക്കിന്ന്. എല്ലാറ്റിനും സമയം കിട്ടണമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിഷയം ചുരുക്കാം. മരണം ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴും നൂറുകൂട്ടം തെളിവുകൾ, നൂറുകൂട്ടം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സ്വഹാബത്തിന് കൊടുത്തു. എപ്പോഴും ഉത്ബോധിപ്പിക്കുക ഈ മരണത്തിന്റെ കാര്യം പറഞ്ഞാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാകും നമ്മുടെ നബാത്തിയ ഖുതുബയിൽ മരണത്തിന്റെ കഥ പറയാത്ത ഒരു ഖുതുബയുണ്ടാവില്ല. എങ്ങനെ പോയാലും അവസാനം അത് എത്തുക മരണത്തിലേക്കാണ്. ഏത് വിഷയം സംസാരിച്ചാലും മരണം. കാരണം മരണം മാത്രമേ, ഈ ചർച്ചക്ക് മാത്രമേ മനുഷ്യനെ നേരെ നിർത്താനാവൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന ഒരു ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. അവിടുന്ന് നബിതങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നല്ലൊരു വഅദ് പറഞ്ഞു. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗം. ഇമാം തുർമുദി തന്റെ മുസ്നദു ശിഹാബിൽ ഉദ്ധരിക്കുന്നത് കാണാം ഒരു ഹദീസ്. എന്തേ, ഞങ്ങളോട് ഒരു ദിവസം